ഞാൻ ഈ മാധ്യമ ജീവിതത്തിലൊരു 40 കൊല്ലം തികഞ്ഞ വേളയിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്ന് ചോദിച്ചു, ഈ 40 കൊല്ലം നമുക്കൊന്ന് ആഘോഷിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ആഘോഷങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മയക്കുമരുന്നിനെതിരെ കേരളത്തിലൊരു ബോധവൽക്കരണം നടത്തിയാലോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയ ഒരു സംഭവമായിരുന്നു SKN40. ഈ രാസലഹരിക്കെതിരായിട്ടുള്ള കേരളത്തിൽ നടത്തിയ ഒരു 31 ദിവസം നീണ്ടുപോയ ഒരു പ്രചാരണ പരിപാടി. രാവും പകലും നമ്മൾ നടന്നു. എനിക്ക് നമ്മുടെ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രിയോട് ഏറ്റവും അഭിമാനത്തോട് ഒരു കാര്യം പറയാനുണ്ട്. അദ്ദേഹം 2ാമത്തെ തവണയാണ് ആഭ്യന്തരമന്ത്രി ആയതെന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിലോട് അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തോട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എത്രയോ കാലമായി, പതിറ്റാണ്ടുകളായി നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് രമേശ് ചെന്നിത്തല. അപ്പൊ അദ്ദേഹം കേരളത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ കുപ്പായം എടുത്ത് അണിഞ്ഞപ്പോൾ അദ്ദേഹം പ്രാധാന്യം കൊടുത്തത് മറ്റൊരു കാര്യത്തിനുമായിരുന്നില്ല, ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന ഈ പരിപാടിക്കാണ്. എൻ്റെ അടുത്ത് എൻ്റെ ഒരു സ്നേഹിതൻ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെയും കൂടെ ഒരു സുഹൃത്തായ ഒരാളാണ്, എന്നോട് ചോദിച്ചു, ഇദ്ദേഹം ഈ ഒരുപാട് സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുമ്പോൾ നമ്മുടെ ഈ ക്രമസമാധാനത്തിൽ അദ്ദേഹത്തിന് താല്പര്യം കുറയുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ കേരളത്തിലെ മരണ വ്യാപാരികളെ ഇപ്പോഴും അമർ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ക്രമസമാധാന പ്രശ്നമായി മാറും. അതുകൊണ്ട് ആദ്യം ഇതിന്റെ തായ്വേർ ഇറക്കേണ്ടത് നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്ന ഈ രാസലഹരി സംസ്കാരത്തെയാണ്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, കേരളത്തിൽ നമ്മൾ ഈ വയനാടിന്റെ ഒരു പരിസരത്ത് ചെന്നപ്പോൾ ആദ്യം ഞാൻ ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കാര്യം പറയാം. ഇന്ത്യയിൽ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷൻ എന്നുള്ള പുരസ്കാരം കിട്ടിയ ഒരു പോലീസ് സ്റ്റേഷനാണ് ആലത്തൂരിലെ പോലീസ് സ്റ്റേഷൻ. അവിടുത്തെ SHO എന്നോട് പറയുകയായിരുന്നു, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി രാസലഹരി ഉപയോഗിക്കും, MDMA ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. ഞാനൊന്ന് ഞെട്ടി. കാര്യം ഒരു 4ാം ക്ലാസ്സുകാരെന്ന് പറയുമ്പോൾ അവന്റെ പ്രായം നമുക്കറിയാം 9 വയസ്സാണ്. 9 വയസ്സുള്ളൊരു കുട്ടിയൊക്കെ ഈ MDMAക്ക് അഡിക്റ്റ് ആകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എന്നാൽ വയനാടിനടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷൻ, ഞാനതിന്റെ പേര് മനഃപൂർവ്വം മറച്ചു വയ്ക്കുക, ഒരു SHOയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആലത്തൂരിന്റെ സ്കോർ 2ാമതാ, ഇവിടെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുവൻ MDMAക്ക് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞു. 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവന്റെ പ്രായം 7 വയസ്സാണ്. മാത്രമല്ല, കേരളത്തിലെ ഈ യാത്രക്കിടയിൽ നമ്മുടെ സംസ്ഥാനത്തെ പലയിടങ്ങളിലും MDMA രോഗികളെ ചികിത്സിക്കാൻ വേണ്ടിയുള്ള ഡി അഡിക്ഷൻ കേന്ദ്രങ്ങൾ ഞാൻ സന്ദർശിച്ചു. UK-യിൽ നിന്ന് ഈ MDMA ഒക്കെ കഴിച്ച് ഒരു ഏക മകനാണ്, നിങ്ങൾ ഓർമ്മിക്കണം, മുടിയൊക്കെ ഇങ്ങനെ പിടിച്ചു വലിച്ച് പറിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടു. ഇത്തരം ഏത് വേദിയിലിരുന്നാലും അവന്റെ ദൃശ്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പോകും. അവനെ യഥാർത്ഥത്തിൽ വളരെ പ്രതീക്ഷയോടെയാണ് ഒരു ഡിഗ്രി പഠിക്കാനായിട്ട് ഒരു UK യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചത്. എന്നാൽ അവൻ മടങ്ങി വരുമ്പോൾ സ്വന്തം അച്ഛനെയും അമ്മയും പോലും തിരിച്ചറിയാത്ത ഒരുവനായി, അവർക്ക് നേരെ കത്തി ഓങ്ങുന്ന ഒരുവനായി മാറുന്നു. നമ്മുടെ നാട്ടിലെ പലയിടങ്ങളിലും, അതായത് ഈ മലപ്പുറം ജില്ലയിൽ തന്നെ സംഭവിച്ചൊരു കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മിക്കണത്, ഒരു പെൺകുട്ടി ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്നു. 6 മാസത്തേക്ക് അവളെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല. 6 മാസം കഴിഞ്ഞ് അവൾ മടങ്ങി വന്നപ്പോൾ അവളുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ 2 മക്കൾ ആ വീട്ടിലുണ്ട്. മടങ്ങി വരുന്ന ദിവസം അവൾ പറഞ്ഞു, എനിക്ക് കുട്ടികൾക്കൊപ്പം ഉറങ്ങണം ഇന്ന് രാത്രിയിൽ എന്ന് പറഞ്ഞു. ആദ്യം വീട്ടുകാർക്ക് മനസ്സിലായില്ല. അപ്പൊ വീട്ടുകാർ പറയും, നീ ഉറങ്ങിക്കോ, അതിനെന്താ എന്ന് പറഞ്ഞു. കഥകൾ അടയുന്നു. രാത്രി ഒരു 12:30 മണിയാകുമ്പോൾ വാവിട്ട നിലവിളി കേൾക്കുന്നു ആ വീട്ടിൽ നിന്ന്. അച്ഛനും അമ്മയ്ക്കും അടുത്ത മുറി കിടന്നിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല ആ വീട്ടിൽ എന്താ സംഭവിക്കുന്നതെന്ന്. പെട്ടെന്ന് അവർ മുറി തുറന്ന് പുറത്തു വന്ന വാതിലൊക്കെ അടഞ്ഞു കിടക്കുക. അയൽവാസികളെയൊക്കെ വിളിച്ചു വരുത്തി അവർ വാതിൽ ചവിട്ടി പൊളിച്ചപ്പോ അതിലെ ഇളയ മകനെ അവൾ കുത്തിക്കൊന്നിട്ടിരിക്കുക. മൂത്ത മകനെ കുത്താനായിട്ട് മുറിയിലൊക്കെ ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാതിലുകൾ തുറക്കപ്പെട്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ആ കുട്ടിക്ക് അറിയില്ല ആ കുട്ടി ഒരു MDMA അഡിക്റ്റ് ആണ്. ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക്, കർണാടകത്തിൽ നിന്നും മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇതിങ്ങനെ ഒഴുക്കിവിടുന്നവരെ എനിക്കറിയാം. ഞാൻ കേരളത്തിലെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് ഒരു രഹസ്യമായ റിപ്പോർട്ട് കൊടുത്തു. 2 റിപ്പോർട്ട്, ഞങ്ങളുടെ ഗവേഷണ വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ടിന് 2 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ഏത് മന്ത്രിക്കും കൊടുക്കാവുന്ന, 2ാമത്തെ ഭാഗം കേരളത്തിലെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ MDMA വ്യാപാരത്തിന് സഹായം ചെയ്യുന്ന ആളുകളുടെ പേരുവിവരങ്ങൾ പോലും അതിലുണ്ടായിരുന്നു. അദ്ദേഹം കുറച്ച് നടപടിയെടുത്തു, കുറെ ആളുകൾ പിടിയിലായി. ഞാൻ റിപ്പോർട്ടിന്റെ പകർപ്പ് നമ്മുടെ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രിക്ക് എത്തിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ഊഴമാണ്. കാരണം
നമുക്ക് ഈ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്ന ഒരുപാട് ധാരണാപേശകൾ ഉണ്ട്. എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവിയായ രവിത ചന്ദ്രശേഖർ അദ്ദേഹം ഇതിനകത്ത് ഒരുപാട് അമിത താല്പര്യം കാണിക്കുന്നു. നിങ്ങൾക്കറിയുന്ന പോലെ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഒക്കെ ഡയറക്ടർ ആയിരുന്നുകൊണ്ട് പല സംസ്ഥാനത്തെയും ഇത്തരം കാര്യങ്ങൾ നേരിട്ട് അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ നാട്ടിൽ ഒരുപാട് ചെയ്യാൻ കഴിയുമെന്ന് കൂടി ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്വാട്ടിമാല പോലെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ കഞ്ചാവ് നിയമപരമാണ്. അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളിലൊക്കെ കഞ്ചാവ് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എനിക്കറിയാം നിങ്ങളിൽ പല ആളുകളും വിശ്വസിക്കുന്ന ഒരു മണ്ടത്തരമുണ്ട്. സർജറിയിൽ പ്രിസിഷൻ കിട്ടാനും രോഗികളുള്ള ചികിത്സ കൃത്യമാക്കാനും കഞ്ചാവ് എന്നുള്ള സാധനത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന മെഡിക്കൽ രംഗത്തെ ഡോക്ടേഴ്സും നഴ്സസും മറ്റുള്ള ആളുകളുമുണ്ട് എന്നുള്ള ധാരണ എനിക്കറിയാം. ഈ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഏറ്റവും അടുത്ത എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരാൾ 24 മണിക്കൂറും കഞ്ചാവ് അടിച്ച് നടക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഏതാണ്ട് തുടർച്ചയായി 40 കൊല്ലം കഞ്ചാവ് വലിച്ചു. അവസാനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് അദ്ദേഹം മരിക്കുമ്പോൾ ഡോക്ടർ എന്നോട് വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇദ്ദേഹത്തിന്റെ ശരീരത്ത് മരുന്ന് ഏക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങോട്ട് കയറിപ്പോകുന്ന മരുന്ന് തിരിച്ചിറങ്ങി വരിക എന്ന് പറഞ്ഞു. കാര്യം ഇദ്ദേഹത്തിന്റെ ശരീരം നിറച്ച കഞ്ചാവിന്റെ സ്വാധീനമാണ് എന്ന് പറഞ്ഞു. ഇത് ശ്രീ ദേവൻ രാമചന്ദ്രൻ പറഞ്ഞില്ലേ, ഇതൊരു നാസ്റ്റി ബിസിനസ് ആണെന്ന്. മാത്രമല്ല നമ്മുടെ പോലീസ് സംവിധാനം അപ്പാടെ ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഇത്തരം ഒരു കൊടുങ്കാറ്റ് അഴിച്ചുവിടുമ്പോൾ ഇവർക്ക് പോലീസ് സംരക്ഷണമുണ്ട്. എനിക്ക് പോലീസ് സംരക്ഷണമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ താമരശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ നിൽക്കുമ്പോൾ ഒരു ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ച് ഒരുവൻ എൻ്റെ വിരളി പിടിച്ചിങ്ങനെ ഓടിക്കാൻ ശ്രമിച്ചു. എനിക്ക് മനസ്സിലായി അവനെ കണ്ടപ്പോൾ അവൻ ഇതിന്റെ വ്യാപാരിയാണെന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിച്ചു. ഇയാൾക്ക് TV പറഞ്ഞുകൊണ്ട് അവിടെ കാണാൻ ഇരുന്നാൽ പോരെ എന്ന് ചോദിച്ചു. ഞാൻ അവസാനം അവനെ അടുത്ത് വിളിച്ചു. എനിക്ക് തോന്നി അവൻ എൻ്റെ കർണകുറ്റിക്ക് അടിച്ച് ശരിയാക്കുമെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അവനെ സ്നേഹപുരസരം അടുത്ത് വിളിച്ചിട്ട് ഞാൻ അവനോട് പറഞ്ഞു, എന്തിനാണ് താൻ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. എന്നോട് അവൻ പറഞ്ഞു, തനിക്ക് സാധനം വേണമെങ്കിൽ പറ, 1 മണിക്കൂറിനകം ഞാൻ MDMA എത്തിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിനല്ല ഞാൻ താങ്കളെ വിളിച്ചത്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞൊരു സങ്കട കാര്യം എന്താണെന്നറിയാമോ, എനിക്ക് 3 പെൺമക്കളുണ്ട്. ആ പിള്ളേർക്ക് ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ കൊടുക്കുവോ? അപ്പൊ അവരുടെ ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ ഒന്ന് കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ ഈ മഹത്തായ കലാപരിപാടി എന്നേക്കുമായി ഞാൻ അവസാനിപ്പിക്കും എന്ന് അയാൾ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അതിന് പക്ഷേ കൊല്ലങ്ങൾ എടുക്കും. അപ്പോഴേക്കും കുറേ ആളുകൾ ചത്തൊടുങ്ങും. നമ്മുടെ ഇതൊരു മരണ വ്യാപാരമാണെന്ന് പറയുന്നതിന്റെ കാരണം കൂടി ഡോക്ടേഴ്സ് കൂടി പങ്കെടുക്കുന്ന വേദിയിൽ ഞാൻ പറഞ്ഞ് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അതായത് ഞാനൊരു ഡി അഡിക്ഷൻ സെന്ററിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും വിദഗ്ധനായ ഒരു ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഈ ചെറുപ്പക്കാരന് എത്ര കൊല്ലം ആയുസ് ഉണ്ടാക്കും? അദ്ദേഹം പറഞ്ഞു, അയാളുടെ ജീവിതം പ്രവചിക്കാനൊന്നും ഞാൻ ആളല്ല, പക്ഷെ ഉറപ്പിച്ച് ഞാൻ പറയാം, 12 കൊല്ലത്തിനപ്പുറം ഈ ചെറുപ്പക്കാരൻ പോകില്ല. 7 കൊല്ലം മുതൽ 12 കൊല്ലം വരെ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ഈ സാധനം കഴിക്കണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. മാത്രമല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ആഴത്തിൽ ഇത് കേരളത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല ഈ ഒരു അശ്വമേധം ആരംഭിക്കുന്നത് ഞാൻ അങ്ങേയറ്റം അഭിമാനത്തോട് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, തിരുവനന്തപുരത്തെ കാട്ടാക്കട എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ സ്കൂളിന്റെ വരാന്തയിൽ കൂൾ എന്ന് പറയുന്ന ഒരു മിഠായി വിതരണം ചെയ്യുന്നുണ്ട്. പെൺകുട്ടികൾ നടന്നു പോകുന്ന സമയത്ത് സ്കൂളിന്റെ വരാന്തയിൽ നിന്ന് 2-3 ആളുകൾ പറയും, ഇന്നലെ പഠിച്ചതൊക്കെ കുട്ടിക്ക് ഓർമ്മയുണ്ടോ, ഇന്ന് ക്ലാസ്സിൽ പരീക്ഷയല്ലേ എന്ന് ചോദിക്കുമ്പോൾ കുട്ടി പെട്ടെന്ന് എല്ലാം ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നും ഓർമ്മ വരത്തില്ല. എല്ലാം പെട്ടെന്ന് ഓർമ്മ കിട്ടാൻ ഞങ്ങളുടെ ഒരു സിദ്ധൌഷധമുണ്ട്, ഈ മിഠായി ആണെന്ന് പറയും. ആദ്യത്തെ ദിവസം ഒരു മടിക്കുന്നു, 2-ാം ദിവസം ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി ഈ പെൺകുട്ടി ഈ കൂൾ മിഠായി വാങ്ങിച്ച് കഴിക്കുന്നു. അതിൽ മാരകമായ ലഹരി കലർത്തിയിട്ടുണ്ടവർ. 3 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ കൂൾ മിഠായിക്ക് അഡിക്റ്റ് ആവുന്ന കുട്ടി. ഞാൻ വിചാരിച്ചു ഈ കൂൾ മിഠായി കാട്ടാക്കടയുടെ മാത്രം സൃഷ്ടിയാണെന്ന്. പത്തനംതിട്ടയിലും കൂൾ ലിപ്സ്, അതാണ് അതിന്റെ മുഴുവൻ പേര്. പത്തനംതിട്ടയിലും വയനാടിലും കാസർഗോഡും ഒക്കെ ഈ മിഠായിയുടെ സ്വാധീനം കണ്ടു. നിങ്ങൾക്കറിയാമെന്നറിയില്ല, കുട്ടികളെ കാര്യറാക്കുകയും സ്കൂളുകളിൽ ഈ ലഹരി എത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഒരു റിക്വസ്റ്റ് കൂടി എനിക്കിവിടെ നിന്ന് രക്ഷകർത്താക്കളോടുണ്ട്. സാധാരണഗതിയിൽ നമ്മളൊരു കുട്ടിയെ സ്കൂളിലോ കോളേജിലോ തിരഞ്ഞെടുത്ത് അയച്ചാൽ പിന്നെ ജയിച്ചോ തോറ്റോ എന്ന് എഴുതി ഒട്ടിക്കുന്ന ദിവസം മാത്രമായിരിക്കും മിക്കവാറും നമ്മളവിടെ പോവുക. പ്രത്യേകിച്ച് സ്കൂളുകളിൽ നമ്മുടെ കുട്ടി എവിടെ പോയി എന്ന് നമ്മൾ അറിയണം. ഒരു പെൺകുട്ടി വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ അവളുടെ മുഖത്തും ശരീരത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഏറ്റവും തിരിച്ചറിയാൻ കഴിയുന്ന അമ്മയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. മാത്രമല്ല, വഴിക്കണ്ണുമായി ഒരു കുട്ടിയെ കാത്തിരിക്കുമ്പോൾ നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഇവൻ MDMAക്ക് അഡിക്റ്റാണ്, രാസലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്നറിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം തകർന്നു പോകും. പിന്നെ ഒരു വിവരക്കേട് കൂടി ഞാൻ പറയട്ടെ. ചില ആളുകൾ വിശ്വസിക്കുന്നുണ്ട് ഒരാൾ രാസലഹരി കഴിച്ചു തുടങ്ങിയാൽ പിന്നെ അയാൾക്ക് ഒരു ചികിത്സയും
പറ്റില്ല. അങ്ങനെയല്ല. ഞാൻ പല ആൾക്കാരോടും അന്വേഷിക്കുകയും ChatGPT ഉള്ള പല വിശാലപ്പെട്ട കേന്ദ്രങ്ങളിലും ഞാൻ പരതി നടന്നു നോക്കി. തീർച്ചയായിട്ടും ഇതിന് ചികിത്സയുണ്ട്. പക്ഷേ ദുരഭിമാനം കൊണ്ട് ഡോക്ടറെ കാണാൻ മടിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കൽ നമ്മുടെ ആരെങ്കിലും ഇതിൽ പെട്ടുപോയാൽ അവരെ ഒരിക്കൽ നിങ്ങൾ പരിഹസിക്കരുത്, കളിയാക്കരുത്, ആക്ഷേപിക്കരുത്. ഒരു വലിയ വിശാലമായ ജീവിതത്തിന്റെ വെളിച്ചം നിന്റെ മുന്നിൽ ഉണ്ട് എന്ന് കരുതി അവനെ ഇരുട്ടിൽ നിന്ന് കൈപിടിച്ച് നടത്തുകയാണ് വേണ്ടത്. എന്തായാലും അമൃത ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ കരങ്ങൾക്ക് ശക്തി പകരാനുള്ള നിങ്ങളുടെ യത്നം, തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന് പറയുന്ന ഒരുപക്ഷെ ഈ പരിപാടി നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെയും നമ്മുടെ DGPയുടെയും നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ മഹേശ്വരൻ കാളിരാജിന്റെയും ഒക്കെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഏടുകളാകട്ടെ. അതിലൂടെ തന്നെ നമ്മുടെ ജനത എന്നേക്കുമായി ഈ മയക്കുമരുന്ന് വിപത്തിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകട്ടെ. അതിന് എനിക്ക് എൻ്റെ വാർത്താ ചാനൽ ഏതാണ്ട് ഞങ്ങൾ നടത്തുന്ന യാത്രക്കിടയിൽ 30% എയർ ടൈമാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. എന്ന് വെച്ചാൽ കോടികളുടെ നഷ്ടം വാർത്താ ചാനൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ലാഭമായിട്ടാണ് ഞാൻ പരിഗണിക്കുന്നത്. ഒരാളെങ്കിലും ഇതിന്ന് പിന്തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 24-ന്റെ കൂടി നേട്ടമായി ഞാൻ കാണുന്നു. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കും ശ്രീ രേവത ചന്ദ്രശേഖരനും ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും. നിങ്ങൾ ശ്രീ പുട്ടകുമലാദിത്യ പറഞ്ഞതുപോലെ ഈ വാതിലിന് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ വാറിയറായി എന്നുള്ളതെല്ലാം മറന്ന് നിങ്ങൾ ജോലി ചെയ്യാതെ ഇരുന്നാൽ നമുക്ക് നമ്മുടെ തലമുറ രക്ഷിക്കാൻ കഴിയില്ല. 50 കോടി ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമുള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഏറ്റവും നല്ല സാക്ഷരതയും ആരോഗ്യ മോഡലുമുള്ള ഒരു സംസ്ഥാനമായ കേരളത്തിൽ മയക്കുമരുന്നിന്റെ തായ്വേരറത്തെ നമ്മൾ വിശ്രമിക്കൂ എന്ന് നെഞ്ചിൽ തീക്കൊള്ളി കൊണ്ടെഴുതി നിങ്ങൾ ഇന്ന് സൂക്ഷിക്കുക. താങ്ക് യു. ഗുഡ് ബൈ.